ആരും കാണാത്ത ഇടനാഴിയിൽ ഒരു തൊട്ടിൽ കാത്തിരിപ്പുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞു പോലും ഇവിടെ എത്തരുതേ എന്ന പ്രാർത്ഥനയുണ്ടെങ്കിലും പിഞ്ചോമനകളെ ഞെരിച്ചു കൊല്ലുന്നതിന് മുൻപ് ഈ തൊട്ടിലിന്റെ സംരക്ഷണം ഒരിക്കലെങ്കിലും ഓർത്തിരുന്നെങ്കിൽ ജീവനറ്റുപോകാതെ ഒരുപറ്റം കുഞ്ഞുങ്ങൾ ഈ മണ്ണിൽ പിച്ചവെച്ചേനെ. മുൻപൊക്കെ കുഞ്ഞുങ്ങളെ തെരുവിൽ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഇന്നത് കഠിനമായ ക്രൂരതയിലേക്ക് വഴിമാറി. ഒടുവിലായിതാ ജനിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ഒരു കുരുന്നു ജീവൻ കൂടി സ്വന്തം അമ്മയുടെ കൈകൊണ്ട് മരണപ്പെട്ടിരിക്കുന്നു. കേൾക്കുമ്പോൾ മുഖം ചുളിക്കും, ഉള്ളൊന്നു പിടയും. പറയാതെ വയ്യ, ഒരു വർഷത്തിനിടയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 5ഓളം കുഞ്ഞുങ്ങളാണ്. അതും ജനിച്ച് മണിക്കൂറുകൾക്കും ദിവസങ്ങൾക്കുമുള്ളിൽ. കൊല്ലപ്പെട്ടതാകട്ടെ ജീവൻ കൊടുത്ത സ്വന്തം അമ്മയുടെയും അച്ഛന്റെയും കൈകൊണ്ട് തന്നെ. മാസങ്ങൾക്കു മുൻപാണ് എറണാകുളത്ത് ലോഡ്ജിൽ 1.5 മാസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിനെ അമ്മയും അമ്മയുടെ കാമുകനും ചേർന്ന് മുട്ടുകൊണ്ട് തലക്കിടിച്ച് കൊലപ്പെടുത്തിയത്. ഈ വാർത്ത കേരളം കേട്ടത് ഒരൽപ്പം വിങ്ങലോടെ തന്നെയായിരുന്നു. തന്നെ കൊന്ന അമ്മ ജയിലിലായതും അച്ഛൻ തേടിയെത്താതെ ആയതോടെയും ആരോരും ഏറ്റെടുക്കാനില്ലാതെ ആ കുഞ്ഞു മൃതദേഹം മോർച്ചറിക്കുള്ളിൽ കഴിഞ്ഞ വാർത്തയുമൊക്കെ നമ്മുടെ ഉള്ളിൽ കുറച്ചൊന്നുമല്ല വേദനയുണ്ടാക്കിയത്. തൊട്ടു പിന്നാലെ കോഴിക്കോട് സ്വന്തം അമ്മ തന്നെ തൻ്റെ പിഞ്ചുമകളെ കൊലപ്പെടുത്തിയ വാർത്തയും നമ്മൾ കണ്ടു. മാവേലിക്കരയിൽ 11 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ സ്വന്തം അമ്മ കിണറ്റിലെറിഞ്ഞു കൊന്നതും വേദനയോടെ നമ്മൾ കണ്ടു. ഇന്നിതാ എറണാകുളത്ത് ഫ്ളാറ്റിൽ നിന്നും ജനിച്ച് 3 മണിക്കൂറിനുള്ളിൽ സ്വന്തം കുഞ്ഞിനെ അമ്മ എറിഞ്ഞു കൊന്നിരിക്കുന്നു. ഈ വാർത്തയെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമാണ് ഇത്: എന്തിന് കൊന്നുകളഞ്ഞു? ഒരു കുഞ്ഞിക്കാൽ കാണാൻ വർഷങ്ങളായി ചികിത്സയും പ്രാർത്ഥനയുമായി കഴിയുന്ന എത്രയോ അമ്മമാർ ഈ ലോകത്തുണ്ട്. അവർക്ക് കൊടുക്കാമായിരുന്നില്ലേ കൊന്നുകളയാതെ എന്ന്? പലവിധ കാരണങ്ങളാൽ സ്വന്തം കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നവർ സമൂഹത്തിലുണ്ട്. ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ അധികമാരും ശ്രദ്ധിക്കാത്ത തരത്തിലാണ് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കപ്പെടുന്നത്. ഉറുമ്പരിച്ചും പട്ടിണി കിടന്നും മറ്റു ജന്തുക്കളുടെ ഉപദ്രവമേറ്റും കരഞ്ഞു തളരുന്ന അവരിൽ ചിലർ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടേക്കാം. ഈ സാഹചര്യം ഒഴിവാക്കുന്നതിനായാണ് ഉപേക്ഷിക്കപ്പെടുന്ന നവജാത ശിശുക്കൾക്ക് സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ശിശുക്ഷേമ സമിതിയുടെ നിയന്ത്രണത്തിൽ അമ്മത്തൊട്ടിലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 2002 നവംബർ 14 തിരുവനന്തപുരത്താണ് അമ്മത്തൊട്ടിലിന്റെ പ്രവർത്തനം ആദ്യം ആരംഭിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അമ്മത്തൊട്ടിലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുമായി ആരെങ്കിലും വന്നാൽ മടിയില്ലാതെ ആ മടിത്തട്ട് തുറന്നു കൊടുക്കും. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകും മുൻപ് തൊട്ടിൽ അമ്മയോട് പറയും, സ്വന്തം കുഞ്ഞിന് ലോകത്ത് ആരും നിങ്ങളെപ്പോലെ ഒരു അമ്മയാകില്ലെന്ന്. എന്നിട്ടും ഉപേക്ഷിച്ചു പോയാൽ പിന്നെ ആ അമ്മത്തൊട്ടിലിൽ ചോരക്കുഞ്ഞിന് താരാട്ടുപാട്ട് പാടും. കുഞ്ഞെത്തിയ വിവരം എത്തേണ്ടിടത്തെല്ലാം എത്തും, ഫോട്ടോ സഹിതം. അമ്മയുടെ ഫോട്ടോ എങ്ങും പതിയില്ല. അവർക്ക് സുരക്ഷിതരായി രക്ഷപ്പെടാം. 2 മിനിറ്റിനുള്ളിൽ ഒരമ്മയെത്തി കുഞ്ഞിനെ ഏറ്റുവാങ്ങും വരെ അവർ അവിടെ സുരക്ഷിതരായിരിക്കും. അമ്മത്തൊട്ടിലിൽ നിന്ന് ലഭിക്കുന്ന കുട്ടികൾക്കെല്ലാം സമിതി ആസ്ഥാനത്ത് അത്യാധുനിക സൗകര്യങ്ങളുള്ള ശിശുപരിപാലന കേന്ദ്രത്തിൽ സംരക്ഷണം നൽകി വരുന്നു. പിന്നീട് അനുയോജ്യരായ രക്ഷിതാക്കളെ കണ്ടെത്തി നിയമപ്രകാരം ദത്ത് നൽകുന്നു. ഇനിയൊരു കുഞ്ഞു പോലും തെരുവിലേക്ക് ഉപേക്ഷിക്കപ്പെടരുത് എന്നതാണ് അമ്മത്തൊട്ടിലുകളുടെ ലക്ഷ്യം. ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും എന്തിനാണ് പിഞ്ചോമനകളെ ഒരു ദാക്ഷിണ്യവും കൂടാതെ കൊന്നുകളയുന്നത്? കൊല്ലുന്നതിനു മുൻപ് ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന അമ്മമാരെ ഓർക്കുക. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവരെ പൊന്നുപോലെ നോക്കാൻ ഇവിടെ അമ്മമാരുണ്ട്.